എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മറ്റൊരു ദിവസം കൂടെ നമ്മൾ കോഴിക്കോടേക്ക് സ്വിഗ്ഗി വിടാൻ വേണ്ടിയിട്ട് പോവാണ്. മീറ്ററൊക്കെ സീറോയിലേക്ക് മാറ്റി ഒരു 12 മണിയാകുന്ന സമയത്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരെ സോണിലേക്ക് പോയി ആപ്പെല്ലാം ഓൺലൈനിലേക്ക് മാറ്റി ഫസ്റ്റ് ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഓർഡർ നമുക്ക് ഡ്രാഗൺ അറേബ്യയിൽ നിന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നേരെ ഓർഡർ എടുത്തു, കസ്റ്റമർ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഉച്ചയ്ക്ക് പിന്നെ ദൂരം നിസ്കരിച്ച് കൊടുത്ത് പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും സോണിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ രണ്ടാമത്തെ ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർഡർ കുറവായിരുന്നു, നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ഓർഡർക്കിടയിൽ. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രാഗൺ അറേബ്യയിൽ തന്നെയായിരുന്നു രണ്ടാമത്തെ ഓർഡറും. അത് നേരെ നമ്മൾ കൊണ്ടുവരുന്നതിനിടയിൽ ഒരു 230 രൂപ പെട്രോൾ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീണ്ടും സോണിലേക്ക് തന്നെ തിരിച്ചു വന്നു. വീണ്ടും ഒരേ വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു പള്ളിയുണ്ട് അവിടെ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ എടുത്തു. നല്ല ചൂടാണ്, നന്നായി വെള്ളം കൂടിയുടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എംഡൈൻ നിന്നായിരുന്നു അടുത്ത ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അത് കൊണ്ടുപോയി കൊടുക്കുന്നത് വരുന്നതിന് വഴിക്ക് നമുക്ക് നല്ല സ്പോട്ട് കിട്ടി കൊടുത്ത് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സോണിലേക്ക് തന്നെ പോയി അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. കുറേ നേരം ആകാശം നോക്കി അവിടെ കിടന്നു. പിന്നെ കുറേ ഭൂമി നോക്കി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഡ്രാഗൺ അറേബ്യ ബേക്ക് ഹൗസിൽ നിന്നായിരുന്നു പിന്നീട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സോണ ബേക്സ് എന്ന ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തീപ്പെട്ടിയിൽ നിന്ന് പിസ്സ ഹട്ടിൽ നിന്നും അറബി ഗ്രില്ലിൽ നിന്നൊക്കെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. വീണ്ടും തീപ്പെട്ടിയിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടി. അത് കൊണ്ടുപോയി കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബേപ്പൂരിലെ UDFൻ്റെ സ്ഥാനാർത്ഥി അൻവർക്കാർ പര്യടനവും അദ്ദേഹത്തെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഹോട്ടൽ സെഞ്ചുറിയിലായിരുന്നു അടുത്ത ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കൊക്കെ രാത്രിയായിട്ടുണ്ടായിരുന്നു. പിന്നീട് മലബാർ ഹോട്ടലിൽ നിന്ന് ബേക്ക് ഹൗസിൽ നിന്ന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ രാത്രി സമയത്ത് ചെറുണ്ണൂർ ഭാഗത്ത് നല്ല ബ്ലോക്കാണ്. അവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് KFC നിന്നായിരുന്നു അവസാനത്തെ ഓർഡർ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഒരു 11:45 ആകുമ്പോഴേക്ക് 122 കിലോമീറ്റർ ആയിരുന്നു മൊത്തം ഇന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.